ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊബ സെയിം ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ അലീനയുടെയും മനുശങ്കറിന്റെയും പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ടെസ്റ്റ് വിശേഷങ്ങളാണ് നമ്മുടെ മടത്തൂർ മുംബൈയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സീനാട്ടോ. അങ്ങനെ നമ്മുടെ മനുശങ്കർ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരികയാണ്. കാരണം കുറേ ദിവസമായല്ലോ വന്നിട്ട്. അലീന പോയതിനു ശേഷം അന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ മനു അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ മനുശങ്കർ നെടുമ്പുരയ്ക്കിലേക്ക് വന്നപ്പോഴേക്കും സ്കൂളും കോളേജും ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കൃഷ്ണമോളും അതുപോലെ തന്നെ നമ്മുടെ ബബിതയും സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് മനു വരുന്നത്. അപ്പൊ മനുവേട്ടനെ കണ്ടതും നമ്മുടെ ബബിത, ആഹാ ഇതാരാണ്? കൃഷ്ണമോള് പറഞ്ഞു, ഇപ്പൊ ഈ വഴിയൊക്കെ മറന്നു എന്നാ തോന്നണേ. അപ്പൊ മനുശങ്കർ പറഞ്ഞു, ആഹാ അതെന്താടി അങ്ങനെ പറയണത്? കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ മനുവേട്ടൻ വരാത്ത. പണ്ട് ഇതേ ജോലിയൊക്കെ തന്നെയായിരുന്നു ഇവിടെ കൃഷ്ണമോളെ ഉണ്ടായിരുന്നത്. അന്നൊക്കെ സമയം ഉണ്ടായിരുന്നു. അന്ന് വന്ന ഇവിടെ കാണാനായിട്ട് ഒരാളുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരാളും ഇല്ല. അത് തന്നെ കാര്യം. കിട്ടിയ അവസരം അങ്ങോട്ട് കളിയാക്കിക്കൂടി. അതെ, ഇന്ന് സ്കൂളും കോളേജൊന്നും ഇല്ലാന്ന് തോന്നുമല്ലേ? ഇന്ന് അവധിയാ മനുവേട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മനുശങ്കർ ചോദിച്ചു, അല്ല ഇവിടെ എങ്ങനെയുണ്ട് ആന്റി അങ്കിളും തമ്മിലൊക്കെ? അതെന്ത് പറയാനാ, അങ്ങോട്ട് ചെന്ന്, അതായത് ഈ കുരയ്ക്കാണ്ട് നിൽക്കുന്ന പട്ടിയുടെ വായിലോട്ട് കോലിട്ടിട്ട് ഇളക്കുമ്പോ എങ്ങനെ ഇരിക്കും? ആ പട്ടിയൊന്നും കുരയ്ക്കൂലേ? അത് തന്നെ. കടി കിട്ടുമ്പോ നിർത്തിക്കോളും. അങ്ങോട്ട് ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ചൊറിഞ്ഞിട്ട് കിട്ടണത് മേടിച്ചോണ്ട് എന്റെ മെങ്ങ പോരും. അത് തന്നെ പണ്ടത്തെ അതേ ശൈലി. അപ്പൊ അതൊന്ന് മാറാൻ നിങ്ങളുടെ അമ്മയ്ക്ക് മനസ്സില്ല എന്നാണ് അല്ലെ? എവിടെന്ന് സാക്ഷാ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മ മാറില്ല മനുവേട്ടാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, അതെ ആന്റി ബാങ്കിലൊക്കെ പോയി തുടങ്ങിയോ? അപ്പൊ പറഞ്ഞു, ബാങ്കിലൊക്കെ പോയി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പുതിയ സർവന്റിനെ കൊണ്ടുവന്നു. അങ്ങനെ പല പരിപാടികളും പല പരിഷ്കാരങ്ങളും ഒക്കെ മനുവായിട്ട് ഇവിടെ നടക്കണേന്ന് നമ്മുടെ ബബിത പറയുന്ന കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സമയത്ത് നമ്മുടെ വൈജയന്തി പറയണ, ഇതെന്താ ഇത് അവൻ വന്നിട്ട് നിങ്ങൾ പുറത്തു നിർത്തി സംസാരിക്കുന്ന, കയറി വടാ മനു. ആന്റി ഞാൻ ഇതേ ഇപ്പൊ എത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനുശങ്കർ അകത്തോട്ട് കയറുകയാണ്. അപ്പൊ വൈദ്യ പറഞ്ഞു, നിനക്കിടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കൂടെ മനു? നീ അന്ന് പോയ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. അതാന്റി വേറൊന്നുമില്ല, ജോലി തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ജോലി തിരക്ക്? അപ്പോഴേക്കും കൃഷ്ണമോളും ഭവിതയും വന്നിട്ടോ. മനുവേട്ടാ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. കൃഷ്ണമോള് ചായ എടുക്കാനായിട്ട് പോയത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ബബിത, ഞാനും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി ചായയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ മനുവിന് കൊടുക്കാൻ. ആ സമയം നമ്മുടെ വൈജയന്തി മനുവിനോട് പറഞ്ഞു, അല്ലെങ്കിലും നിനക്ക് പണ്ടൊക്കെ സമയമുണ്ട്, ഇപ്പൊ സമയം ഉണ്ടാവില്ലല്ലോ. നിന്റെ മറ്റവൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും നീ കാണാനായിട്ടൊക്കെ ഇങ്ങോട്ട് വരാത്ത. ആയിക്കോട്ടെ. അതെ, അവിടെ എന്നാ വിശേഷം? അമ്മ സുഖമായിട്ടിരിക്കണം? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കമലേട്ടത്തേക്കോ? കമലേട്ടത്തി എന്നാ അമ്മ അങ്ങനെയൊക്കെ പോണു. ഹരിയുടെ കാര്യങ്ങൾക്കൊന്നും തീരുമാനമായില്ല. അച്ഛൻ ഓരോരുത്തരായിട്ട് ഇപ്പോഴും പോയി കണ്ടു എടുത്തു ഒക്കെ ആയിട്ട് അങ്ങ് ഇരിക്കുക. അല്ലാണ്ട് എന്താ പറയണേ, ഒരു രക്ഷയില്ല. ഓരോരുത്തരായിട്ടും ഓരോ പടിവാതിലും പോയി കണ്ട് അച്ഛൻ ഇങ്ങനെ നടക്കുക. ഒരു കാര്യം ഹരിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്ത് പറയാനല്ലേ എന്നും പറഞ്ഞ് വൈകിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തി അലീനയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിടേന. അതായത് ഇപ്പോഴാണ് ഒരു സമാധാനം ആയത്. അപ്പൊ മനു ചോദിച്ചു, അതെന്താ ആന്റി? അല്ല, വീട്ടില് സമാധാനം ഉണ്ടേ. അപ്പൊ ആന്റിക്ക് സമാധാനം ഉണ്ടെന്ന് പറയണേയിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെന്താടാ മനു നീ അങ്ങനെ പറയണേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അലീന ഇവിടെ ഉള്ളതാ. അപ്പോഴേക്കും വൈജയന്തി അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും, ഇവിടെ എന്തായിരുന്നു, ഇപ്പൊ എന്റെ കുടുംബത്തിന് ഒരു കുഴപ്പമില്ല, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് വൈജയന്തി പറഞ്ഞു. ആയിക്കോട്ടെ ആന്റി, അങ്ങനെ തന്നെ പോണം. നിങ്ങളും അങ്കിളും ആന്റിയും മക്കളും ഒക്കെ സന്തോഷമായിട്ട് പോയാൽ മതി. അലീന ആയിരുന്നല്ലോ ആന്റിയുടെ ഏക ഒരു തടസ്സം. ഇപ്പൊ എന്തായാലും അലീന പോയി കിട്ടി, ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഇവിടെ എന്തായിരുന്നു, എനിക്കുണ്ടായ എൻ്റെ സ്വന്തം മകള് എന്നും പറഞ്ഞു. എടാ, എവിടെയോ പിഴച്ച് പ്രസവിച്ച അവളെ കൊണ്ടുവന്നിട്ട്, ആരോ എവിടെയോ ആർക്കോ ഉണ്ടായി പിഴച്ച് പ്രസവിച്ചവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്വന്തം മകളാണെന്നും പറഞ്ഞ് അഹങ്കരിക്കാൻ നാണയില്ലേ? ഇത് കേട്ടപ്പോ മനുവിന് അങ്ങോട്ട് ദേഷ്യം വരെയാണ്. കാരണം അലീന പോയി കഴിഞ്ഞാലും ആന്റിക്ക് അവളെ കൂടെയുള്ള ദേഷ്യം തീരില്ല. എന്തൊരവസ്ഥ ഇത് എന്നും പറഞ്ഞിട്ട് മനു പറയണട്ടോ. ആന്റി, അവൾ എന്തായാലും പോയി കഴിഞ്ഞു, നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുക. പിന്നെ അവളെ എന്തിനാ ഈ പറയണത്? ഞാൻ പറയും എൻ്റെ ജീവിതം ഇത്രയും നാള്
പൊട്ടിച്ചുറാക്കിയത് അവള് ഒരുമ്പെട്ടവൾ ഈ കുടുംബത്തെ കാലെടുത്ത് എന്ന് വെച്ചോ അന്ന് തുടങ്ങിയ ദുരിതങ്ങളാ. ഞാൻ പറയും മനു, ഞാൻ പറയും നിനക്ക് കുറച്ച് കൊള്ളും, കാരണം നിനക്ക് വേണ്ടപ്പെട്ടവളാണല്ലോ അവള് എന്നിങ്ങനെ ഞാൻ വൈജയന്തി പറയണ. അപ്പോഴേക്കും മനു പറഞ്ഞു, ആന്റി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആന്റിയുടെ കൂടെ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളൊക്കെ ചായയായിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അവര് എന്നിട്ട് ചായ മനുവിനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചായ എടുത്തുകൊണ്ട് ബാലചന്ദ്രന്റെ റൂമിൽ കൊടുക്കാൻ പോകാൻ കേട്ടോ. എന്നിട്ട് അവരങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ മനുശങ്കർ പറഞ്ഞു, ആന്റി കുറെ കുറ്റവും കുറവൊക്കെ അലീനെ പറയുന്നുണ്ടല്ലോ, ആന്റി ഒരു നിമിഷം ആന്റിയുടെ സ്വന്തം ലൈഫ് ഒന്ന് പുറകിലോട്ട് ചിന്തിച്ച് നോക്കെന്ന് പറയാണ്. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, നീ എന്താടാ ഒരു മുള്ളും മുനയും വെച്ച് ഓരോ കാര്യങ്ങൾ പറയണത്? മുള്ളും മുനയും വെച്ചല്ല, അല്ല ആന്റി അലീനെ 100 കുറ്റം പറയുന്നുണ്ട്, പിഴച്ചുണ്ടായെന്നും അവിടെ ഉണ്ടായെന്നൊക്കെ. ആന്റിയുടെ ജീവിതവും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയും. നീ എന്തോ അർത്ഥം വെച്ചിട്ടാണല്ലോ. അപ്പോഴേക്കും വൈജയന്തിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ, അതായത് ഈ അലീന അന്ന് ആഗ്രയിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇനിയിപ്പൊ അതെങ്ങാനും മനുവിനോട് പറഞ്ഞിട്ടുണ്ടോ അവള് എന്നുള്ളൊരു ചിന്ത വൈജയന്തിയുടെ ഉള്ളിൽ വരെയാണ് കേട്ടോ. ആ സമയം വൈജയന്തി ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ, നീ മുള്ളുമണിയും വെച്ചൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട. വേറൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആന്റിയുടെ ആഗ്രയുടെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ആന്റി സ്വയം ആന്റിയെ കുറിച്ച് വിലയിരുത്തണം അപ്പോ എന്നൊക്കെ പറയണം. അത് കേട്ടതും വൈജയന്തിയുടെ മുഖത്ത് അടിയേറ്റതുപോലെ ആയിപ്പോയി കേട്ടോ. എന്തോ പോലെ ആയിപ്പോയി. കാരണം മനു ഒരിക്കലും ആ രീതിയിലൊന്നും സംസാരിക്കുന്ന വൈജയന്തി ഒരിക്കലും കരുതിയിട്ടേ ഇല്ല. കാരണം മനുവിന്റെ വായിൽ നിന്ന് അപ്പൊ വൈജയ്ക്ക് മനസ്സിലായി, എന്റെ കാര്യങ്ങള് ആർക്കൊക്കെയോ എങ്ങനെയൊക്കെയോ, അതായത് ഈ അലീന അറിഞ്ഞിട്ടുണ്ട്, മനു അറിഞ്ഞിട്ടുണ്ട്, അതാണല്ലോ എന്നോട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ വൈജയന്തിക്ക് ഷോക്കായിപ്പെട്ടോ. ഈ സമയം കൃഷ്ണമോളും പവിത്രയും കൂടെ പോയി സിറ്റ് ഔട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ കേട്ടോ. ആ സമയത്ത് മനു ചായയൊക്കെ കുടിച്ചിട്ട്, ഞാനെന്ന് അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാം ആന്റി എന്ന് പറഞ്ഞിട്ട് ഒന്ന് മുഖത്തോട്ട് നോക്കി. വൈജയന്തിക്ക് മനുവിന്റെ മുഖത്തോട്ട് ഒന്ന് ഫേസ് ടു ഫേസ് ചെയ്യാൻ തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഒരു അടിയേറ്റ് മുഖത്തടിയേറ്റണക്കുള്ള ഒരു ഡയലോഗായിരുന്നു മനു ഇട്ട് കൊടുത്തത്. കാരണം അലീനയെ കുറിച്ച് ഇത്ര ഇതായിട്ട് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ എന്നാ മനു പൊട്ടനാണോ? അതുകൊണ്ട് നല്ലൊരു ഡയലോഗ് ഇനി അങ്ങോട്ട് കൊടുത്തത്. പിന്നെ മനുശങ്കർ നേരെ ബാലചന്ദ്രനെ കാണാനായിട്ട് പോകണം. അങ്ങനെ ബാലചന്ദ്രനെ കണ്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അങ്ങളെ എന്നാ വിശേഷം, സുഖാണോ? കുഴപ്പമൊന്നുമില്ലടാ, അങ്ങനെ പോണു. അലീന വിളിക്കാറുണ്ടോ അങ്ങളെ? ആ ഇടയ്ക്കൊക്കെ അവള് വിളിക്കും. നീ വിളിക്കാറില്ലേ? ആ വിളിക്കാറൊക്കെ ഉണ്ട്. സുഖമായിട്ട് ഇരിക്കണു പറഞ്ഞു. അങ്കിള് വിളിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞ? അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവള് സുഖമായിട്ടിരിക്കണു എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ആംഗ്ലെ ഇനിയിപ്പോ അലീന എന്തായാലും നിങ്ങൾക്ക് ആന്റിക്ക് തടസ്സമായിട്ടില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും, ഒരാൾ അങ്ങും ഒരാൾ ഇങ്ങും, നിങ്ങൾക്ക് ഒരുമിച്ചൊക്കെ ജീവിച്ചു കൂടായിരുന്നു എന്നിങ്ങനെ പറയുന്ന കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറഞ്ഞു, ജയിച്ച് അഹങ്കരിച്ച് എല്ലാം നേടിയെടുത്തു എന്നുള്ള രീതിയിലാണ് നിന്റെ ആന്റിയുടെ ഇപ്പോഴത്തെ ജീവിതം. പക്ഷെ മനു, നീ കണ്ടോ, ഒരു ബോംബ് ഞാൻ ഈ അടുത്ത് ഇടുന്നുണ്ട്. നേരമാണ് എനിക്ക് അവളെ നേരിട്ടൊന്ന് കണ്ട്, അവളെ ആ മുഖഭാവമൊക്കെ കണ്ട്, അവളുടെ പഴയ ജീവിത കഥകളൊക്കെ വലിച്ചു കീറി എനിക്ക് എടുക്കാൻ. നീ കണ്ടോ അങ്കിളെ, ഇനി ഒരു പ്രശ്നത്തിന് പോണോ? മക്കളും കുട്ടികളൊക്കെ അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ പോവാണ്. ഇനി അതിനൊരു തടസ്സം വരുത്തണോ? നീ എന്താ പറയണം മനു? ഇത്രയും നാളും ഈ മനസ്സിൽ ഏറ്റിക്കൊണ്ടിരുന്ന ഈ നീറ്റില് എനിക്കൊന്ന് ഇറക്കി വെക്കണ്ടേ മനു? അവള് എല്ലാം ജയിച്ചു, അവള് പിടിക്കുന്ന മൊയിലിന് 3 കൊമ്പെന്ന മട്ടിലെ അഹങ്കരിച്ച് നടക്കണം അവളുടെ അഹങ്കാരെ ഒന്ന് കുറയ്ക്കണ്ടേ? എൻ്റെ അലീന എല്ലാം ഉപേക്ഷിച്ച് എന്റെയും അവളുടെയും ജീവിതത്തിന് വേണ്ടിയിട്ട്, അമ്മയും അച്ഛനും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് കരുതിയിട്ട് അവളെ കൂടപ്പിറപ്പിനെയും അമ്മയൊക്കെ ഉപേക്ഷിച്ച് അവൾ ഇവിടെ നിന്ന് പോയതേ അവക്ക് വേണ്ടി മാത്രം, സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും ഇപ്പോഴും ഒരു ദിവസം പോലും അവളെ പ്രാകാത്തെയോ അവളെ പിറുപിറുക്കാത്തെയോ ഒരു ദിവസം ഇല്ല, അറിയുമോ നിനക്ക്? അപ്പൊ മനു പറഞ്ഞു, ഇപ്പോഴും എൻ്റെ കൂടെ അവളെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, ആ ആന്റിയുടെ ജന്മം അങ്ങനെ ആയിപ്പോയില്ലേ അങ്കിളെ ഒന്ന് ക്ഷമിക്കുക. അങ്കിൾ എന്തായാലും ഒന്ന് പൊരുത്തപ്പെട്ട് പോണം. ബാലേന്ദ്രൻ പറഞ്ഞു, പൊരുത്തപ്പെടാൻ, അതും അവളെ കൂടെ, അതിന് ബാലചന്ദ്രൻ ഇനി ഒന്നുകൂടെ ജനിക്കണം. അപ്പോഴേക്കും മനുവിന് മനസ്സിലായി. കാരണം ബാലചന്ദ്രൻ എന്തായാലും ഒതുങ്ങാനൊന്നും പോണില്ല, ഇപ്പൊ ഒന്ന് താന്നിരിക്കണു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു സമയത്ത് മനസ്സിന്റെ നിയന്ത്രണം വിടുന്ന സമയത്ത് ബാലചന്ദ്രൻ എന്തായാലും വൈജയന്തിയുടെ ജീവിതം വലിച്ചു കീറുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ക്ഷമിക്കാനൊന്നും ബാലചന്ദ്രനെ കൊണ്ട് കഴിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട്, നിന്നെ കാണാനില്ല. എനിക്കാണെങ്കിൽ കടയിൽ രാവിലെ പോയാൽ രാത്രിയാ വരുന്നത്, ഒന്നിനും സമയമില്ല. നീ ഇടയ്ക്കെങ്കിലും ഒന്ന് ഇറങ്ങണം കേട്ടോ മനു എന്നൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ അങ്കിളെ, ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് മനു എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയാണ്. സ്റ്റാൻലിക്ക് ടെൻഷനോട് ടെൻഷൻ, വേറൊന്നുമല്ല,
അലീനയുടെ കാര്യം ഓർത്തിട്ടാണ്, വേറൊന്നുമല്ല. ഈ പൗലോസുമായിട്ടുള്ള ഈ ഒരു വഴക്ക് എന്തിനായിരുന്നു അവള്. അപ്പോഴേക്കും നമ്മുടെ അവതക്കുട്ടി ചായനും കൂടെ വന്നിരിക്കുന്നു. അപ്പം അവതക്കുട്ടി ചായൻ നോക്കുമ്പോ സ്റ്റാൻലി മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇതെന്താടേ മോനെ, ലാലിച്ച നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പകൽ സമയത്തും ഇങ്ങനെയൊന്നും ഓവറായിട്ട് മദ്യപിക്കില്ലേ. നിനക്കൊരു മോളാണ് ഈ വീട്ടിലുള്ളത്, നീ അത് മറന്നു പോണോ? അവക്കാണെങ്കിൽ ഇത് ഇഷ്ടമില്ല. എങ്ങനെയാ അപ്പച്ച മദ്യപിക്കാണ്ടിരിക്കുന്നത്? ഇവളുടെ സംസാരം എനിക്ക് മനസ്സിലാവണില്ല. അവള് എന്നെ തോപ്പിക്കാനായിട്ടാണോ ഈ രീതിയിലൊക്കെ സംസാരിക്കണേന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അവതക്കുട്ടിച്ചാൻ പറഞ്ഞു, എടാ അവള് പറയുന്നതിലും കാര്യമില്ലേ, എന്ത് കാര്യം? ഓ അല്ലെങ്കിലും അപ്പച്ചൻ ഇങ്ങനെയാണല്ലോ, അപ്പച്ചൻ പറയാറുണ്ടല്ലോ തനി ചിന്നമ്മയാണെന്ന്. അമ്മച്ചി ഇങ്ങനെയാ? ആ, അവള് എവളും തമ്മിൽ ഒരേ ലെവലാണ്, പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ചിന്നമ്മ രാത്രി ആവുമ്പോ എന്റെ അടുത്ത് മാത്രമേ പറയുള്ളൂ. പക്ഷെ അലീന നിന്റെ മോൾ അങ്ങനെയല്ല. അവള് പറയാനുള്ള കാര്യം ആരെടുത്താണെങ്കിലും മുഖത്ത് നോക്കി ഒരു മാറ്റവും ഇല്ലാണ്ട് ഒരു ഭാവവും ഇല്ലാണ്ട് അതുപോലെ അങ്ങ് പറഞ്ഞു കൊടുക്കും. അത് വേറൊന്നും കൊണ്ടല്ല, അവള് വളർന്ന രീതിയും സാഹചര്യങ്ങളും ഒക്കെ അത് അങ്ങനെ ആയതുകൊണ്ടാണ്. എന്തായാലും പോണത് വരെ പോട്ടെ. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചാ ഈ പൗലോസ് അല്ലേ ഇത്രയും നാൾ ഈ അടുക്കളയുടെ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും ഇന്ന് വരെ ഒരു കുറ്റോ കുറവോ അവനിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഞാൻ അവനെ പറഞ്ഞു വിടേണ്ടത്? അവള് പറഞ്ഞു കേട്ടില്ലേ, സ്റ്റാൻലിയുടെ മകളാ അലീനയാ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞില്ലേ അവള്. പക്ഷെ അപ്പോഴേക്കും അവതകൂട്ടിച്ചായൻ പറഞ്ഞു, എടാ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാവോ? അഹങ്കാരത്തോടു കൂടി സ്റ്റാൻലിയുടെ മകളാ ഞാനെന്നുള്ള രീതി പറഞ്ഞ. പക്ഷെ സ്റ്റാൻലിയുടെ എന്തോ ഒരു സ്റ്റാൻലി താന്നു പോയതുപോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് സ്റ്റാൻലിക്ക് തോന്നിയത്. അപ്പോഴേക്കും അവതകൂട്ടിച്ചായൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം അവളത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവളുടെ വീട്, അവളുടെ പപ്പയുടെ വീട്, അവൾക്ക് ഉണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടിച്ചായൻ സംസാരിക്കാനേട്ടോ. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചാ ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് എങ്ങോട്ടെങ്കിലും പോണോ, വിദേശത്ത് പോണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോണോ, എന്താണെങ്കിലും ഈ പപ്പയോട് പറഞ്ഞു, പപ്പ കൊണ്ടുപോകാം. ദയവ് ചെയ്ത് നീ കിച്ചണിലെ കാര്യങ്ങളിൽ അവരുടെ പണിക്കാരെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. നീ ഒരു രാജകുമാരിയെ പോലെ ഈ വീട്ടിൽ കഴിയണം, അതാണ് പപ്പയുടെ ആഗ്രഹം. അതല്ലാണ്ട് അവരുടെ കൂടെ വഴക്കുണ്ടാക്കി അവര് കുറച്ച് വേസ്റ്റ് കളഞ്ഞു, അത് കളഞ്ഞു എന്നും പറഞ്ഞ് എന്തിനാ അപ്പച്ച എവള് അവരോടൊക്കെ വഴക്കുണ്ടാക്കാൻ പോണത്? എന്തിന്റെ കുറവാ ഞാൻ അവൾക്ക് ഇവിടെ വരുത്തുന്നത്? അവക്കൊന്നും മനസ്സിലാക്കാൻ പാടില്ലേ? അപ്പൊ അവത് കുട്ടിച്ചായൻ പറഞ്ഞു, എടാ നീ ഒന്ന് അവളെ ആദ്യം മനസ്സിലാക്ക്. അവള് വളർന്നു വന്ന സാഹചര്യം, ഒരു അനാഥയെ പോലെ വളർന്നവളല്ലേ അവള് വളർന്ന സാഹചര്യം, അവളുടെ ശീലങ്ങളും അങ്ങനെ ആയിപ്പോയി. ഉടനടി മാറ്റിലൊക്കെ പറ്റുമോ? നീ നിന്റെ ശീലം കുറച്ചൊക്കെ ഒന്ന് മാറ്റി ലാലിച്ച എന്നിങ്ങനെ നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയണ. എന്നിട്ട് നമ്മുടെ സ്റ്റാൻലി അപ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയണം, അപ്പച്ച 1-2 കൊല്ലം കഴിഞ്ഞാൽ അവളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടും. അപ്പോഴേ എനിക്ക് അവള് ആഹാരം ഉണ്ടാക്കി തരുമോ? അപ്പോഴേ അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, അത് ശരി, അപ്പോഴും എനിക്ക് പണിക്കാരൻ വേണ്ടേ അപ്പച്ച? അതൊക്കെ എന്താ എവള് മനസ്സിലാക്കാതെ? ഞാൻ പറ്റുന്ന പോലെ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേ അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, ശരിയാ, നീ പറയുന്നതിലും കാര്യമുണ്ട്. എന്നും അവൾക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവൾക്കൊരു ജീവിതമൊക്കെ ആയി കഴിയുമ്പോൾ ഈ പറയണ നിനക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി തരാൻ അന്നും വേലക്കാര് തന്നെ വേണമല്ലോ. അപ്പം അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒറ്റയടിക്കുന്ന നമുക്കൊരു കാര്യം പറഞ്ഞാക്കുമ്പോൾ അവൾക്കത് വിഷമാവില്ലേ? അപ്പച്ചനല്ലെങ്കിലും ഇങ്ങനെ തന്നെ. അപ്പച്ചനല്ലെങ്കിലും അമ്മച്ചിയുടെ ആ ഒരു രൂപവും ആ ഒരു ഭാവവും ഒന്നും പറഞ്ഞു ചെറുമോളെ അങ്ങ് കയറ്റി വെക്കുക. അപ്പച്ചൻ അവളെ കൂടെ നിന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ ലാലിച്ച, അത് പിന്നെ നമ്മുടെ പുള്ളല്ലേടാ, അവളെ അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ? എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവതക്കുട്ടി ചായൻ ചിരിക്കാനേട്ടോ. അപ്പൊ ഏകദേശം നാളത്തെ പ്രൊമോയിൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മുടെ നെടുമ്പുരക്കൽ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലെ വിശേഷങ്ങളും. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. നമ്മുടെ മനുശങ്കർ നമ്മൾ അലീനയെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ വരും എപ്പിസോഡുകളിലാണ്. അപ്പൊ ആ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സാന്ത്വനം 2ന്റെ അപ്കമിങ് റിവ്യൂ, അതായത് 1-2 ദിവസം വരാനുള്ള ഏകദേശം ഒരു സ്റ്റോറിയുടെ ഒരു പ്രൊമോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 7-7:30 ആയപ്പോൾ. അപ്പൊ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.